ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ. മലപ്പുറം കാക്കഞ്ചേരി കിൻഫ്രയ്ക്ക് സമീപമാണ് വലിയ വിള്ളൽ രൂപപ്പെട്ടത്. അഷ്കർ അലി കരിമ്പ നൽകും വിശദാംശങ്ങൾ. അഷ്കർ, കുര്യാടൊക്കെ സമീപത്ത് തന്നെയാണോ ഇത് ഇപ്പോൾ വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത്, ഈ കാക്കഞ്ചേരി കിൻഫ്രയ്ക്ക് സമീപമുള്ള പ്രദേശം എന്ന് പറയുന്നത്? ശ്രുതി, മലപ്പുറം ജില്ലയിൽ തന്നെ കോഴിക്കോട് ജില്ലയോട് ചേർന്ന് കിടക്കുന്ന അതിർത്തി പ്രദേശത്താണ് ഇത്തരത്തിൽ കാക്കഞ്ചേരി കിൻഫ്ര പാർക്കിന് സമീപത്തെ ദേശീയപാതയിലാണ് ഇപ്പോൾ വീണ്ടും വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 20 മീറ്ററിലധികം നീളത്തിലാണ് ഈ വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത്. വലിയ തോതിൽ വിണ്ട് വരുന്നത് അല്ലെങ്കിൽ വിള്ളൽ കൂടാനുള്ളൊരു സാഹചര്യമുണ്ട് എന്നതാണ് ഇപ്പോൾ നാട്ടുകാരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വിള്ളൽ അടയ്ക്കാനുള്ളൊരു ശ്രമം, ഭാഗികമായൊരു ശ്രമം ഈ ദേശീയപാത അതോറിറ്റിയുടെ നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തു നിന്നും നടത്തിയിരുന്നു. പക്ഷേ അതിനെതിരെ നാട്ടുകാർ വലിയ തോതിൽ പ്രതിഷേധം നടത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ആ ശ്രമം പാളിപ്പോയി എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും ആശങ്കപ്പെടുത്തുന്ന രീതിയിലാണ് വീണ്ടും തുടർച്ചയായി പല ഭാഗങ്ങളിലായി ദേശീയപാതയിൽ വിള്ളലുകൾ രൂപപ്പെടുന്നത്. ഇന്നിപ്പോൾ കാക്കഞ്ചേരിയിലാണ് ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും അതുവഴിയുള്ള വാഹനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പൂർണ്ണമായും തടഞ്ഞു വെച്ചിരിക്കുകയാണ്. രാമനാട്ടുകാരിൽ നിന്നും കാക്കഞ്ചേരി വഴി കടന്നു പോകുന്ന വാഹനങ്ങളെ മുഴുവൻ, അഥവാ ദേശീയപാതയിൽ തന്നെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ആശ്രയിച്ചിരുന്ന ഭാഗം കൂടിയാണിത്. അവിടെയുള്ള വാഹനങ്ങളെ ഇപ്പോൾ സർവീസ് റോഡ് വഴിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ പ്രദേശത്ത് ഇപ്പോൾ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരും നിർമ്മാണ കമ്പനിയുടെ ആളുകളും എത്തിയിട്ടുണ്ട്. പോലീസും തടിച്ചു കൂടിയിട്ടുണ്ട്. നാട്ടുകാരും വലിയ തോതിൽ തടിച്ചുകൂടുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും 20 മീറ്ററിലധികം നീളത്തിൽ വീണ്ടും ദേശീയപാതയിൽ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നു. ഇത് കൂരിയാട് കഴിഞ്ഞ് നേരത്തെ തലപ്പാറയിലും വിള്ളൽ രൂപപ്പെട്ടിരുന്നു. ആ തലപ്പാറ കഴിഞ്ഞ് വെളിമുക്കൊക്കെ കഴിഞ്ഞുള്ള ഒരു പ്രദേശമാണ്, അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പ്രദേശമാണ് ഈ കാക്കഞ്ചേരി എന്ന് പറയുന്നത്. കിൻഫ്ര പാർക്ക് അടക്കമുള്ള മേഖലകൾ നിലനിൽക്കുന്ന സ്ഥലം കൂടിയാണ്. ആ പ്രദേശത്താണ് ഇപ്പോൾ ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ജില്ലയിലുടനീളം ഇന്നലെയൊക്കെ ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും മഴ കനത്താൽ വിള്ളൽ അത് വലിയ തോതിൽ വികസിക്കുമോ എന്നുള്ളൊരു ആശങ്ക കൂടി നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. ശരി, അഷ്കർ അലി കരിമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്.